അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മക്കളെ, നാളെ നമ്മുടെ 3-ാം ക്ലാസ്സിന് ലിസാനുൽ ഖുർആനാണ് പരീക്ഷ. നമുക്ക് വളരെ മനോഹരമായിട്ട് ഉത്തരം എഴുതേണ്ട രൂപം ഒന്ന് നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ ഏത് കുട്ടികൾക്കും വളരെ സിമ്പിളായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 30 മാർക്കെങ്കിലും വാങ്ങാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇവിടെ നോക്കി, നമുക്ക് സാധാരണ പരീക്ഷയിൽ വരുന്നത് എന്താണ്? ബ്രാക്കറ്റിൽ നിന്ന് എടുത്തായതുണ്ടാവും, അല്ലെങ്കിൽ ബോക്സിലുണ്ടാവും. നേരെ നോക്കിയിട്ട് എടുത്ത് എഴുതിയാൽ മതി. കണ്ടില്ലേ, ഒന്നാമത്തെ ചോദ്യം കണ്ടില്ലേ, ഹാദിഹി ഡാഷ് മുഖ്തലിഫത്തുൻ. ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ ആദ്യം ബ്രാക്കറ്റിലുള്ള ഒന്ന് നോക്കുക. തെനാവലാറിന് എന്താ? കഴിച്ചു. മിനാർ ഇൽ നിന്ന് നമുക്കറിയാം അൽവാൻ എന്ന് പറഞ്ഞാൽ കളേഴ്സ് അല്ലെ, നിറങ്ങൾ. അൽ ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ. അസ്വദ പറഞ്ഞ കറുപ്പ്. ഇത് ഏതാണ് നോക്കിയിട്ട് നമുക്ക് അറിയേണ്ട വേഗം എഴുതി വെക്കുക ആദ്യം. എന്നാൽ പിന്നെ ബാക്കിയുള്ളത് വളരെ സിമ്പിളാവും. ഉദാഹരണത്തിന് രണ്ടാമത്തെ നോക്കി, ഒന്ന് ഹാദിഹി ഡാഷ് മുഖ്തലിഫത്തുൻ. ഇത് ഡാഷ് മുഖ്തലിഫത്തുൻ, വ്യത്യസ്തമായ എന്താണ്? നിറങ്ങളാണ്. ഇത് വ്യത്യസ്തമായ നിറങ്ങൾ. നമ്മൾ അതാണല്ലോ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ വ്യത്യസ്തമായ നിറങ്ങളാണ്. അൽവാനുൻ മുഖ്തലിഫത്തുൻ. ഞാൻ നേരെ മറിച്ച് അത് അറിയില്ല എങ്കിലും രണ്ടാമത്തെ ഇത് റഅയ്തു, ഞാൻ കണ്ടു. ഫീലൻ, ആനയെ കണ്ടു. തെനാവലാന്ന് പറ്റുമോ? ഞാൻ ആനയെ കണ്ടു, കഴിച്ചു അല്ലേ? മീനാർ നയിൽ നിന്ന് കളറ്, ഈ പരീക്ഷ. അസ്വദാന കറുപ്പ്. അപ്പൊ കറുത്ത ആനയെ കണ്ടു. ശരിയാകുമോ? ശരിയാവും. അപ്പൊ പിന്നെ അത് ഇരിക്കുക. മൂന്നാമത്തെ ഖറജ അലിയുൻ. നമുക്കറിയാം ഖറജ പുറപ്പെട്ടു. അലിയുൻ, ആര് പുറപ്പെട്ടു? അലി പുറപ്പെട്ടു. ഡാഷ് അൽ ബൈത്തി, വീട്ടിൽ നിന്ന്. അതിന് പറ്റിയപ്പോൾ ഏതാണുള്ളത്? മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന് അലി പുറപ്പെട്ടു. നമുക്കറിയാം, വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയതാണ്. പിന്നെ സുമ്മ, പിന്നെ ഡാഷ് അൽ ഫുത്തൂറ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അല്ലേ? അത് കഴിഞ്ഞ ശേഷം സുമ്മ പറയാണ്, പിന്നെ ഡാഷ് അൽ ഫുത്തൂറ, പ്രാതൽ അല്ലേ, നാസ്ത കഴിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, നാസ്ത എന്താ സാധാരണ എന്ത് ചെയ്യല്? കഴിച്ചു. കറുത്ത നാസ്ത എന്നുണ്ടാവോ? ഇല്ല. പരീക്ഷ നാസ്ത എന്നുണ്ടാവോ? ഇല്ല. അപ്പം നമുക്ക് അത് മേലുള്ളത് നമുക്ക് തിരിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് തിരിയാത്തൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാം? എല്ലാ ഉസ്താദിനോട് ചോദിച്ചു നോക്കുക ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. അപ്പോൾ ഉസ്താദ് എന്ത് ചെയ്യും? എല്ലാം പറഞ്ഞു തരും. അപ്പോൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക? എഴുതുക. ഇനി അഞ്ചാമത്തെ നജഹ്തു, ഞാൻ വിജയിച്ചു. ഫീ എന്ന് പറഞ്ഞാൽ എന്താ? ഇൽ നിന്ന്. ഫീ അല, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഫീ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഉള്ളിൽ എന്ന് പറയല്ലോ. പരീക്ഷയിൽ, വീട്ടിൽ എന്നൊക്കെ പറയല്ലോ. റോട്ടിൽ, കുളത്തിൽ, പുഴയിൽ എന്നൊക്കെ പറയല്ലോ. മദ്രസയിൽ. അപ്പോൾ ഒരു സംഗതി ഉള്ളിലാണെങ്കിൽ പുസ്തകത്തിൻ്റെ പുറത്താണെങ്കിൽ അല എന്നാണ് പറയാം. പുസ്തകത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫീ എന്ന് പറയും. ബാഗിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫീ എന്ന് പറയും. ബാഗിൻ്റെ പുറത്താണെങ്കിൽ അല എന്ന് പറയും. കസാരൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞില്ല. കസാര എന്താണ്? പുറത്ത്. നമ്മൾ കസാരയുടെ പുറത്തായിരിക്കും. അപ്പോൾ അലൽ കുർസി എന്ന് എഴുതേണ്ടത്. അപ്പോൾ ഏത് ചോദ്യം വന്നാലും ചോദ്യം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് ഉത്തരം എഴുതാം. അല എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ നേരെ മുകളിലാകുമ്പോൾ അല എന്ന് പറയും. അതിനെ ടച്ച് ചെയ്യാതെ മുകളിലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഫൗക്ക എന്ന് പറയും. അപ്പം ഞാൻ അടുത്ത ചോദ്യത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും? വളരെ എളുപ്പമാകും. ഒരു വസ്തുവിന് ഉള്ളിലാണെങ്കിൽ ഫീ എന്ന് പറയും. അപ്പം നജഹ്തു, വിജയിച്ചു, ഞാൻ വിജയിച്ചു. ഫീ എന്തിനാ സാധാരണ വിജയിക്കൽ? എന്താ അവിടെ മേലെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഫിൽ ഇംതിഹാനി, പരീക്ഷയിൽ. പിന്നെ ഞാൻ ബാക്കി കിട്ടേണ്ട ആവശ്യം, ബാക്കി അർത്ഥം കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നജഹത്തു ഫിൽ ഇംതിഹാനി, പരീക്ഷയിൽ ഞാൻ വിജയിച്ചു. ബി അലാമാത്തിൻ ഫായിഖ, നല്ല ഉന്നതമായ മാർക്കോടുകൂടെ. അപ്പം അത് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റി അല്ലേ? ഇനി അടുത്തത് വളരെ ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ, ലിസാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റിയ ഒരു വിഷയമാണ് ലിസാനുൽ ഖുർആൻ. 10 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാൻ പറ്റിയ ഒരു വിഷയമാണ് അറിയുന്ന കുട്ടികൾക്ക്. അപ്പോൾ അതിന് ചോദ്യം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം കിട്ടാത്തുണ്ടെങ്കിൽ അർത്ഥം ഏതാണുള്ളതല്ല, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക? ഏതെങ്കിലും ചോദ്യം മനസ്സിലാകാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഉസ്താദിനോട് ചോദിക്കണം. ചോദിച്ച് എന്നെ എന്ത് ചെയ്യണം? നല്ല ഉഷാറായിട്ട് എഴുതണം. വാർഷിക പരീക്ഷയാണ്, കൊല്ലപ്പരീക്ഷയാണ്. ഏതെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊക്കെ ചോദിച്ചിട്ട് ഉത്തരം എഴുതണം. വീട്ടിൽ വന്നിട്ട് ഉമ്മ ചോദിക്കും, അതാ ഞാൻ എഴുതിയിട്ടില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. ഏതെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക? വേറെ എവിടെയെങ്കിലും സ്കൂളുണ്ടായിട്ട് അതിപ്പോൾ തിരക്ക് കൂടി പോകേണ്ട സമയം ഇഷ്ടം പോലെ ഉണ്ട്. പരീക്ഷ എഴുതിയിട്ട് പോയാൽ മതി. നല്ല ഉഷാറായിട്ട് എഴുതുക. ധൃതി കൂട്ടിയിട്ട് നമ്മളെ ചങ്ങായി ആരെങ്കിലും പോയി എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണ്ട?
നമ്മൾ വേഗം പോകരുത്. നമ്മളവിടെ ഇരുന്ന് എഴുതിയിട്ട് സ്കൂൾക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിനുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടോളും. നമ്മളെ പരീക്ഷ കൊല്ലത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത കൊല്ലം വീണ്ടും ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഇനി അടുത്ത നഖ്താറു വനുക്കമ്മിലു, അവിടെ ബ്രാക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, എടുത്ത് എഴുതിയാൽ മതി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് തിരി, ചോദ്യം വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ബ്രാക്കറ്റിൽ കാണുമ്പോൾ തന്നെ അത് എടുത്ത് എഴുതാനുള്ളതാണ്. യാ ഇബ്നത്തി, ഓ പൊന്നു മോളെ. യാ ഇബിനി എന്ന് പറഞ്ഞാലോ, ഓ പൊന്നു മോനെ, കുഞ്ഞു മോനെ എന്നൊക്കെ പറയാലോ. അത് യാ ഇബ്നത്തി, കുഞ്ഞു മോളെ. ഡേഷ് ഹദിയത്ത് മിന്നി, എന്നിൽ നിന്ന് ഒരു ഹദിയയുണ്ട്, ഒരു സമ്മാനമുണ്ട്, ഒരു ഗിഫ്റ്റ് ഉണ്ട് അല്ലേ. അപ്പം എന്താണ്, നിനക്ക് എന്ന് പറയണം. നിനക്ക് അല്ലേ, എന്നിൽ നിന്ന് പൊന്നുമോളെ നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. അങ്ങനെയല്ല ഇപ്പം നമ്മൾ അർത്ഥം പൂർത്തിയാക്കുക. അപ്പം നിനക്ക് എന്നുള്ള ഇപ്പം എന്താ, ലക്ക, ലക്കി, ലഹ. ലക്ക എന്ന് പറഞ്ഞാലും നിനക്ക്, ലക്കി എന്ന് പറഞ്ഞാലും നിനക്കാണ്, ലഹ എന്ന് പറഞ്ഞാൽ അവൾക്ക്. അപ്പം എങ്ങനെ തിരിയാ? രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതേണ്ട രൂപങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും കൊടുക്കുക. ഇവിടെ യാ ഇബ്നത്തി എന്ന് പറഞ്ഞ പൊന്നു മോളെ എന്നാ പറഞ്ഞ്. അപ്പോൾ മോളാകുമ്പം അവിടെ അതാണ് വിഷയം. അപ്പം ലക്കാന്ന് പറ്റുമോ, ലക്കിന്ന് പറ്റുമോ? ലക്കാന്ന് പറഞ്ഞാൽ ആണിനോടാ പറയാ, ലക്കി എന്ന് പറയുമ്പോൾ പെണ്ണിനോടാണ് അല്ലേ. മസ്മുക്ക എന്ന് പറഞ്ഞാൽ നിന്റെ പേരെന്താന്ന് ആണിനോടാവുമ്പോൾ, പെണ്ണിനോടാകുമ്പോൾ മസ്മുക്കി എന്നാകും. അത് ഞാനായാലും പെണ്ണായാലും അല്ലേ. ആ അപ്പോൾ സാധാരണ എന്ത് ചെയ്യണം, അത് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക. ലക്ക പറ്റുമോ, പെണ്ണാണ്, അപ്പോൾ ലക്കി എന്നാ പറ്റുള്ളൂ. ലഹ എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്ന് അർത്ഥം. ഇവിടെ അവൾക്ക് എന്ന് പറ്റും. യാ ഇബ്നത്തി, ഓ പൊന്നുമോളെ. ലഹ ഹദിയത്ത് മിന്നി, അപ്പോൾ ഇതിന് മുമ്പ് ഒരാളെ പറഞ്ഞിരിക്കണം. ഇവിടെ അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്താണ്, നിനക്ക് ലക്കി എന്നാ പറ്റുള്ളൂ അല്ലേ. ലക്കാന്ന് പറ്റൂല, ലഹാന്ന് എഴുതാൻ പറ്റൂല, അവൾക്ക് എന്നാ പറഞ്ഞേ. അവളെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളെക്കുറിച്ച് പറഞ്ഞാലേ ലഹ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ, ഒരു പെണ്ണിനെ കുറിച്ച്. അപ്പോൾ അത് വേണ്ട. യതീറുൽ ഉറാബു, എന്താണ് യതീറുൽ ഉറാബു, കാക്ക പറക്കുന്നു. ഡാഷ് അൽ ബൈത്തി, വീടിൻ്റെ ഉള്ളിലൂടെ കാക്ക പറക്കുമോ? അതിന് ഉത്തരം എന്ത്, ഫൗഖ, ഫൗഖൽ ബൈത്തി. അങ്ങനെ ഓരോ നോക്കുക. വീടിൻ്റെ മുകളിലൂടെ, തഹ്തൽ ബൈത്തി, വീടിൻ്റെ താഴെയുടെ. അപ്പോൾ അത് പേദലുണ്ടാവുമല്ലോ. വീടിൻ്റെ താഴെയോട് പറക്കുമോ? ഇല്ല. വസ്തൽ ബൈത്തി, വീടിൻ്റെ നടുവിലൂടെ, മധ്യത്തിലൂടെ. സാധാരണ കാക്ക അല്ലെങ്കിൽ തത്ത ഒക്കെ പറക്കൽ, പക്ഷികളൊക്കെ പറക്കൽ ഇങ്ങനെ വീടിൻ്റെ മുകളിലൂടെ അല്ലേ. അപ്പോൾ ഫൗക്കാന്ന് പറ്റുള്ളൂ, ഫൗക്കൽ ബൈത്തി. ഇനി ഹൽ ഉണ്ടോന്ന്, മൂന്നാമത്തെ ചോദ്യം കേട്ടില്ലേ. ഹൽ മുസ്തഇദ്ദൂൻ, നിങ്ങൾ റെഡിയാണോന്ന്. കുറെ ആൾക്കാരുണ്ട്. മുസ്തഇദ്ദൂൻ, മുസ്തഇദ്ദുൻ, മുസ്തഇദ്ദാനി, മുസ്തഇദ്ദൂൻ, കുറെ ആളുകളുണ്ട്. നിങ്ങൾ റെഡി, ഒരുക്കമാണോ. അപ്പോൾ കുറെ ആളുടെ അൻതി എന്ന് പറഞ്ഞ പെണ്ണിനോടാണ്, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, കുറെ പുരുഷന്മാരില്ലേ. അപ്പോൾ അതാണ് ശരി. അൻത അതുമല്ല, കാരണം ഒരാളല്ല, കുറെ ആളുകളുണ്ട്. ഇനി ഡേഷ് യൽഅബു ബിൽ ഖുറത്തി, ബോൾ കൊണ്ട്, ഫുട്ബോൾ കൊണ്ട് കളിക്കുന്നു. മാ യൽഅബു, മാ എന്താണ്, മാതാന്ന് പറഞ്ഞാലൊക്കെ എന്താണ് അല്ലേ. മാ യൽഅബു ബിൽ ഖുറത്തി, പന്ത് കൊണ്ട് എന്താണ് എന്ന് പറയാൻ പറ്റുക. അതിനെന്താ യോജിച്ചത്? മൻ യൽഅബു ബിൽ ഖുറത്തി, മൻ ആരാണ്, യൽഅബു ബിൽ ഖുറത്തി, ബോൾ കൊണ്ട് ആരാ കളിക്കണേ ചോദിക്കൂലേ. അപ്പം അത് മൻ ആണ്. ഇനി അടുത്ത് ജവാദുൻ ഡേഷ് ഉസ്താദി, ജവാദ് എൻ്റെ ഉസ്താദാണ്. ജവാദുൻ ഹുവ എന്ന് പറയാ, ഹിയ എന്ന് പറയാ, അൻതി എന്ന് പറയാ. അൻതി ഏതായാലും പറ്റൂല. എന്താ കാരണം, അൻതി പറഞ്ഞ പെണ്ണിനോടാണ്, ജവാദ് പറഞ്ഞ എന്താണ്, ഉസ്താദാണല്ലേ, ആണിൻ്റെ പേരുമാണ്. അപ്പം എന്താണ് അൻത, അതേതായാലും ഇവിടെ ഇല്ല, അൻതി അല്ല. അപ്പോൾ ഹിയ അത് സാധാരണ എന്താണ്, ഹുവ എന്ന് പറഞ്ഞാൽ ആണാണ്, ഹിയ എന്ന് പറഞ്ഞാൽ പെണ്ണാണ്. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ്, ഹുവയാണ് അദ്ദേഹം അല്ലേ. ജവാദ് ഉസ്താദ്, എൻ്റെ ഉസ്താദാണ്, അദ്ദേഹം എൻ്റെ ഉസ്താദാണ്. അപ്പം എന്താ, ഹിയ പറ്റൂല, അൻതി എന്നും പറ്റൂല, രണ്ടും എന്താണ്, അത് പെണ്ണിനാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്ത ആറാമത്തെ ഡേഷ് അൽ ബിന്തു മിനൽ ഹൗലി, ഹൗലിൽ നിന്ന് അല്ലേ, ഒരു വെള്ളം കെട്ടി നിർത്തിയ ഒരു സ്ഥലം അല്ലേ. ഹൗദ് സാധാരണ പള്ളിയിലൊക്കെ ഹൗദ് ഉണ്ടാവുമല്ലോ. ഹൗദിൽ നിന്ന് പെൺകുട്ടി എന്ത് ചെയ്യുന്നു, യതവല്ലഉ നതവല്ലഉ തതവല്ലഉ, ഇതിലത് ശരി പെൺകുട്ടിയാണ്. അപ്പം യതവല്ലഉ എന്ന് പറ്റുമോ?
പെൺകുട്ടികൾ ഹൗദ് പള്ളിക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാ, വീട്ടിലൊരു ഹൗദുണ്ട്. വീട്ടിൽ ഒരു ഹൗദുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഹൗദ് പോലത്തെ ഒരു സംഗതി എവിടെയുള്ളത്, അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഒതു കൊടുക്കുകയാണ്. ആര് ഒതു കൊടുക്കുന്നു? എത്തവല്ലോ. ഇവിടെ എന്താണ് ചോദ്യം, നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്തവല്ലവും എന്ന് പറ്റും. എത്തവല്ലവും എന്ന് പറഞ്ഞാൽ സാധാരണ ആണുങ്ങളാണ് പറയാ അല്ലേ. എത്തവല്ലവും, എത്തവല്ല ആനി, എത്തവല്ല ഊന, തെത്തവല്ലവും അവൾ. എത്തവല്ലവും എന്ന് പറഞ്ഞാൽ അവൻ ഉളു ചെയ്യുന്നു, തെത്തവല്ലവ് പറഞ്ഞാൽ അവൾ ഉളു ചെയ്യുന്നു, നെത്തവല്ലവ് പറഞ്ഞാൽ ഞങ്ങൾ ഉളു ചെയ്യുന്നു, അത്തവല്ലവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉളു ചെയ്യുന്നു. അപ്പൊ അത് നാലും മനസ്സിലാക്കി നമ്മളെ പുസ്തകത്തിലുണ്ടല്ലോ അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് അൽ ഇബ്നു മകനാണെങ്കിൽ മീനൽ ഹൗദി എന്ന് പറഞ്ഞാൽ യത്തവല്ലവ് എന്ന് ഉപയോഗിക്കേണ്ടത്. ഇവിടെ പെൺകുട്ടി ആയതുകൊണ്ട് ഇനി അവിടെ ഉമ്മു നാക്കിയുടെ അൽ ഉമ്മു മീനൽ ഹൗദി. അപ്പൊ എന്താ അപ്പോഴും തെത്തവല്ലവ് എന്നാ. ഇനി അതല്ല അൽ അബു മീനൽ ഹൗദി, ഉപ്പയാണ് ഉളു കൊടുക്കുന്നതെങ്കിലോ യത്തവല്ലവ് എന്നാണ്. കാരണം ഉപ്പ ആണാണ്, അപ്പൊ യത്തവല്ലവ് എന്നാണ്. ഇനി അടുത്ത നുകമ്മിലു ബിദ്ദമാഇരിൽ മുൻഫസില. നമ്മൾ കാണുമ്പോൾ തന്നെ തിരിയില്ലേ, നമ്മൾ കഴിഞ്ഞ പരീക്ഷക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, സംശയമുണ്ട് അല്ലേ. അൻത അത് നേരെ എഴുതിയാൽ മതി. അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. ഇനി അതല്ല ഹുവ എന്ന് തന്നാലോ ഹുവ ഹുമാഹും, ഹിയ ഹുമാ ഹുന്ന. ഇനി വാക്യാണെങ്കിലോ അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. അത് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഇനി ചോദ്യം ഉണ്ടാക്കാനാ അല്ലേ. ഞാൻ പറയാണ് എൻ്റെ പേര് എന്താണ്, ജവാദാണ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ അതിന് ചോദ്യം എന്തായിരിക്കും, നിങ്ങളെ പേരെന്താണ്, മസ്മുക്ക, നിങ്ങളെ പേരെന്താണ്, നിങ്ങളെ പേരെന്താണ്. അപ്പോൾ മസ്മുക്ക, ഉസ്താദിൻ്റെ പേരെന്താ, ഉസ്താദിൻ്റെ പേര് അബ്ദുൽ ബാരി വാക്കവി എന്നാണ്. അപ്പം എന്താണ് മസ്മുക്ക, ഉസ്താദിന്റെ പേരെന്താന്ന് ചോദിക്കുന്ന മസ്മുക്ക. അപ്പൊ ഞാൻ പേര് ഇസ്മി അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ ഒന്നാമത്തെ നോക്കി അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മാതാ ഫിയദിക്ക, നിന്റെ കയ്യിൽ എന്താണ്. ചോദ്യം അങ്ങനെയാണെങ്കിൽ ഉത്തരം ചെയ്തില്ലെങ്കിൽ മാത ഒഴിവാക്കിയാൽ മതി. എന്താണ് ചോദ്യം എന്നുള്ളത്, മാതാ എന്താണ്, അത് ഒഴിവാക്കുക. ഫിയദിക്ക എന്താ, മാതാ ഫിയദിക്ക നിന്റെ കയ്യിൽ എന്താന്ന് ചോദിച്ചാൽ അപ്പൊ ഉത്തരം എന്താ, നിന്റെ കയ്യിൽ പേനയെന്ന് പറയോ, അപ്പൊ എന്റെ കയ്യിൽ നിന്നാവും. അപ്പൊ എങ്ങനെ ഫീ യദിക്കാന്നുള്ളത്, ഫീ യദീ എൻ്റെ കയ്യിൽ, കിതാബി എൻ്റെ കയ്യിൽ എന്താണ്, പുസ്തകമാണ്, എൻ്റെ കയ്യിൽ എന്താണ്, പേനയാണ്, എൻ്റെ കയ്യിൽ എന്താണ്, ബാഗാണ് എന്നും വേണം പറയാം. ഇനി അടുത്തത് ഇസ്മി സഫുവാൻ, ഇസ്മി സഫുവാൻ, എൻ്റെ പേര് സഫുവാനാണ്. അപ്പൊ ചോദ്യം എന്തായിരിക്കും, നിന്റെ പേരെന്താ, മസ്മുക്ക, മസ്മുക്കി എന്ന് പറ്റുമോ, ഇല്ല. കാരണം എന്താ, സഫുവാൻ ആണാണ്, അപ്പൊ മസ്മുക്കാന്ന് പറ്റുള്ളൂ. ഇനി നേരെ മറിച്ച് അവിടെ ഇസ്മി ഫാത്തിമ എന്നാണെങ്കിലോ അപ്പൊ മസ്മുക്കി എന്നാവേണ്ട ഒരു ചോദ്യം. ഈ ഉത്തരം കണ്ടില്ലേ, ലാ ലൈസ ഇൻദി ദറാജത്തുൻ, എൻ്റെ അടുത്ത് സൈക്കിൾ ഇല്ല. അപ്പൊ ചോദ്യം എന്താ, നിന്റെ അടുത്ത് സൈക്കിൾ ഉണ്ടോ. അപ്പൊ അത് ഹൽ ഇൻദക, നിന്റെ അടുത്ത് നിന്നാകണം. ഹൽ ഇൻദക ദറാജത്തുൻ, നിന്റെ അടുത്ത് സൈക്കിൾ ഉണ്ടോ. അപ്പൊ ഉത്തരം എന്താ, ലാ ലൈസ ഇൻദി ദറാജത്തുൻ. ഇനി ഉണ്ട് എന്നാണെങ്കിലോ, ഈ ചോദ്യം തന്നിട്ട് ഉത്തരം എഴുതാനാണെങ്കിലോ ഹൽ ഇൻദക ദറാജത്തുൻ എന്നാണെങ്കിൽ നഅം ഇൻദി ദറാജത്തുൻ. ലാ ലൈസ ഇൻദി ദറാജത്തുൻ, ഇല്ല എൻ്റെ അടുത്തില്ല പറയില്ലേ. ഇനി ഉണ്ട് എന്നാണെങ്കിലോ നഅം ഇൻദി ദറാജത്തുൻ. ഇനി നിന്റെ അടുത്ത് ഹൽ ഇൻദക ഖലമുൻ, നിന്റെ അടുത്ത് പേനുണ്ടോ എന്ന് ചോദിച്ചാൽ നഅം ഇൻദി ഖലമുൻ. അപ്പൊ ഇല്ല എന്നാണെങ്കിൽ ലാ ലൈസ ഇൻദി ഖലമുൻ, എൻ്റെ അടുത്തില്ല. ഏത് വന്നാലും അങ്ങനെ തന്നെ. അത് ഞാൻ പറഞ്ഞ ചോദ്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇനി അടുത്തത് മക്കളെ, മൂന്നാമത്തെ കണ്ടില്ലേ, മഈ അഖിൽ കബീർ, എൻ്റെ കൂടെ എൻ്റെ വലിയ സഹോദരനുണ്ട്. അപ്പൊ ആരാ എൻ്റെ കൂടെ ആരാണ്, മൻ ആരാണ്, നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ചോദിച്ചിട്ട് വന്നല്ലോ, മൻ ആരാണ്, മഅക നിന്റെ കൂടെ എന്നാവുമ്പോ മഅക നിന്റെ കൂടെ ആരാണ്, മഈ അഖിൽ കബീർ എൻ്റെ കൂടെ വലിയ സഹോദരനാണ്. ചെറിയ സഹോദരനാണെങ്കിലോ മഈ അഖി സഗീർ. അപ്പൊ അത് മനസ്സിലായില്ലേ. ഇനി അടുത്ത് കളർ ചെയ്താ ഉക്തുബിൽ ലൗനൽ മുനാസിബ മിനൽ മുറബ്ബഇ, ആ കോളത്തിലുള്ളതിന് അനുയോജ്യമായ
പിന്നെ കളർ എടുത്ത് എഴുതണം. വറഖുൻ ഇല. ഇലക്കെന്താ സാധാരണ എന്താ കളറ്? പച്ചയാണ്. മഞ്ഞ കളറുണ്ടാവും, ചുവപ്പ് ഉണ്ടാവും. ആനക്ക് സാധാരണ എന്താ കളറ്? ആന കറുപ്പാണ് അല്ലേ? തത്തക്ക് സാധാരണ എന്താ കളറ്? അത് പച്ചയാണ്. കാക്കക്ക് സാധാരണ എന്താ കളറ്? അത് കറുപ്പാണ്. അതൊക്കെ നമുക്കറിയാലോ. അപ്പൊ സാധാരണ എന്താണോ അതാണ് എഴുതേണ്ടത്. സാധാരണ ഏതാണോ കളറ് അത് എഴുതാം. മഞ്ഞ ഇലുണ്ട്, ചുവപ്പ് ഇലുണ്ട്. തത്ത ചിലപ്പം ചുവപ്പ് തത്ത ഉണ്ടാവില്ലേ? ഇനി വെള്ള ആന ഉണ്ടെങ്കിലോ നമ്മൾ കണ്ടിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ യോജിച്ച് വറഖുൻ അസ്ഫർ എന്താ അവിടെ കളർ കണ്ടില്ലേ? മേലെ കൊടുത്ത കളർ നോക്കി. അസ്ഫർ മഞ്ഞ, അഹ്മർ ചുവപ്പ്, അഹ്ലർ പച്ച, അസ്റഖ് നീല, അസ്വദ് കറുപ്പ്. അപ്പൊ വറഖുൻ അഹ്ലർ പച്ച ഇല. തുഫാഹുൻ ആപ്പിൾ. ആപ്പിൾ എന്താ സാധാരണ മഞ്ഞ ആപ്പിൾ ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട് അല്ലേ? അതിന് സ്പെഷ്യലാണ്. നമ്മൾ സാധാരണ എന്താ പറയുക? ഗ്രീൻ ആപ്പിൾ എന്ന് പറയാം. അപ്പൊ തന്നെ മനസ്സിലായി സാധാരണ കളർ എന്താ? ഗ്രീൻ അല്ല അല്ലെ? ആപ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് എന്താ സാധാരണ ആപ്പിൾ ഉണ്ടോന്ന്. പിന്നെന്താണ് നമ്മൾ സ്പെഷ്യൽ ആപ്പിൾ ആണെങ്കിൽ യെല്ലോ ആപ്പിൾ ഉണ്ടോ ഗ്രീൻ ആപ്പിൾ ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ? അപ്പൊ അതെന്താണ്? സാധാരണ ആപ്പിളിന്റെ കളറ് ചുവപ്പാണ്. അപ്പോൾ തുഫാഹുൻ അഹ്മർ. സാധാരണ സമുദ്രത്തിന്റെ നിറം എന്താണ്? അതൊരു നീല കളറാണ് അല്ലേ? അസ്റഖ് ബഹ്റുൻ അസ്റഖ്. സമുദ്രം എന്താണ്? നീലയാണ് അല്ലേ? പുഴയ്ക്ക് നോക്കിയാൽ മറ്റൊരു പച്ചൊരു കളറാണ് അല്ലേ? പുഴ എന്താണ്? സാധാരണ ഒരു കളറ് പച്ച കളറാണ് സാധാരണ കാണാറുള്ളത്. ഒരു പച്ച, ഒരു ഇളം പച്ച ആയിട്ടില്ലേ? ഏതായാലും വേണ്ടില്ല, നമ്മൾ സാധാരണ കാണുന്നത് എഴുതാം. ഇനി അറബിയാക്കാൻ നുഅരിബു അറബിയാക്കാനുള്ളത് അത് നേരത്തെ ചോദ്യത്തിനുണ്ട്. ഞാൻ കണ്ടു എന്നല്ലേ? ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു. നേരത്തെ അവിടെ എന്താ? കറുത്ത ആനയെ കണ്ടു എന്നല്ലേ? അത് നോക്കിയിട്ട് നല്ല പിന്നെ ഐഡിയ ഉള്ള കുട്ടികൾ എന്ത് ചെയ്യും? അവിടൊക്കെ നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യും? എഴുതും. ഞാൻ റഅയ്തു ഫീൽ എന്ന് പറഞ്ഞേ, ഫീൽ എന്നുള്ളതിന് പകരം എന്ത് ചെയ്യാ? പൂച്ച. റഅയ്തു ഖിത്തൻ അസ്വദ കറുത്ത പൂച്ച ഞാൻ കണ്ടു. ഖിത്തൻ അസ്വദ കറുത്ത പൂച്ചയെ കണ്ടു അല്ലേ? അപ്പൊ എന്താ? റഅയ്തു ഖിത്തൻ അസ്വദ. അസ്വദ് എന്നൊക്കെ നമ്മളെ ഈ ചോദ്യത്തിൽ പിന്നെ കഴിഞ്ഞു പോയി. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വല്ല എഴുതിയാൽ മതി. ഇനി അർത്ഥം ഏതാണ്? ഫിൽ കിതാബി. നേരത്തെ പറഞ്ഞല്ലോ ഫീ എന്ന് പറഞ്ഞ്. ഫിൽ കിതാബി പുസ്തകത്തിലുണ്ട്. സിത്തത്ത് അശറ എണ്ണത്ര നോക്കി കയ്യിലിങ്ങനെ എണ്ണിയാൽ മതി. സിത്തത്തർ അത്ര 6, അശറാൻ അത്ര 10. അപ്പൊ 10 6 എത്ര? 16. 16 ദർസൻ എന്ന് പറഞ്ഞാൽ പാഠം. 16 പാഠം ഫിൽ കിതാബി പുസ്തകത്തിലുണ്ട് അല്ലേ? ദർസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദർസുൽ അവ്വലു പാഠം 1, അദ്ദർസു സാനി പാഠം 2 അല്ലേ? അവിടെ നമുക്കറിയാം 16 പാഠം പുസ്തകത്തിലുണ്ട്. ഇനി അടുത്തത് മുളാരി എഴുതാനുള്ള, മാലി മുളാരി എഴുതാനുള്ളതാ. ഖറജന്റെ മുളാരി എന്താണ്? യഖ്റുജു. ദഖലന്റെ എന്താണ്? യദ്ഖുലു. റജഅ യർജിഉ. ഖറജത്ത്. ഖറജ എന്ന് പറഞ്ഞാൽ ഖറജ ഖറജ ഖർജു ഖറജത്ത്. അതിന്റെ മുളാരി എന്താ? തഖ്റുജു. കതബത്ത് തക്തുബു. റജഅത്ത് തർജിഉ. അങ്ങനെയാണല്ലേ ഇത് അല്ലേ? ദഖലത്ത് തദ്ഖുലു യദ്ഖുലു ദഖല യദ്ഖുലു. ഇതെന്താണ്? ഖറജ അവൻ പുറപ്പെട്ടു. ഒരാളെ കുറിച്ചാണ് അല്ലേ? ആണാണ് അവൻ. എന്നാലോ ഖറജത്ത് എന്ന് പറഞ്ഞാൽ അവൾ പുറപ്പെട്ടു. അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഏത് വന്നാലും എഴുതി കൊടുക്കുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഏകദേശം ഒരു മോഡലാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വീഡിയോ എന്ത് ചെയ്യുക? കണ്ടവർക്ക് എന്ത് ചെയ്യുക? ഒന്ന് ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. അത് മാത്രമല്ല വിശുദ്ധ ഖുർആന് പ്രായവ്യത്യാസമില്ലാതെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഈ ചാനലിലുണ്ട്. പ്രത്യേകിച്ച് ഖത്തുൽ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾക്കുണ്ടാവുന്ന രൂപത്തിൽ മനോഹരമായിട്ട് നമുക്ക് പാരായണം ചെയ്യാനും തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ കുറേയൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാനൊക്കെ കഴിയുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.